നമസ്കാരം. പ്രാഥമിക റൗണ്ട് പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് ടീം ഇന്ത്യ കടന്നിരിക്കുകയാണ്. എവിടെയൊക്കെ പിഴച്ചു, എവിടെയൊക്കെ നന്നായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂട്ടിയും കിഴിച്ചും ടീം പരിശോധിച്ചു വരികയാണ്. 4 മത്സരങ്ങളിലും ജയിച്ചുവെങ്കിലും തങ്ങൾക്ക് പാളിപ്പോയ കാര്യങ്ങൾ ടീം എഴുതി തള്ളുന്നില്ല. കരുത്തരായ സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ സൂപ്പർ 8ലെ ആദ്യ എതിരാളികൾ. നെതർലാൻഡ്സുമായുള്ള അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ജയിച്ച ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാകും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ഇറങ്ങുക. ബാറ്റിംഗിലേക്ക് വന്നാൽ ടോപ്പ് 3യുടെ മോശം പ്രകടനം ഇന്ത്യക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷാൻ കിഷന് മാത്രമാണ് ആദ്യ 3-ൽ ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിക്കുന്നത്. വെടിക്കെട്ട് ഓപ്പണറും ലോക 1-ാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ ഇതിനോടകം കളിച്ച 3 ഇന്നിംഗ്സുകളിലും ഡെക്കായിരുന്നു. തിലക് വർമ്മയുടെ കാര്യമെടുത്താൽ T20 ഫോർമാറ്റിന് പറ്റിയ ശൈലിയെല്ലാം മറിച്ച് സ്ലോ ബാറ്റിംഗ് ആണ് 4 മത്സരങ്ങളിലും താരം പുറത്തെടുത്തത്. ഇനി സൂപ്പർ 8ലും തിലകിന്റെ ഈ പ്രകടനം കാണണമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടോപ്പ് 3യെ ഇന്ത്യ അഴിച്ചു പണിയേക്കുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി അഭിഷേകിനെ പുറത്തിരുത്തി പകരം സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ മറ്റൊരു ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് വിവരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം മാത്രം കളിക്കുകയും ശേഷിച്ചവയിൽ ബെഞ്ചിലിരിക്കുകയും ചെയ്ത സഞ്ജു സാംസനെ തിരികെ വിളിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് കോച്ചായ റയാൻ ടെൻഡുഷാറ്റ ഇക്കാര്യത്തിൽ സ്ഥിരീകരണവും നൽകി കഴിഞ്ഞു. എന്തായാലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു പ്ലേയിങ് 11-ൽ പാഡ് കിട്ടുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാച്ച് വിന്നറായ അഭിഷേകിനെ ഒഴിവാക്കാൻ ടീം മാനേജ്മെന്റിന് താല്പര്യമില്ല. ഡക്കുകളുടെ കണക്കുകൾ മറന്ന് മുൻകാല പോരാട്ടങ്ങളെ അടിസ്ഥാനമാക്കി അഭിഷേകിന് വീണ്ടും അവസരം കൊടുക്കാനാകും ടീം ശ്രമിക്കുക. അതേസമയം സഞ്ജുവിനെ തള്ളാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും ടീം ഇന്ത്യ. സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ മറ്റു കാരണങ്ങൾ കൂടി ഇന്ത്യയുടെ പക്കലുണ്ട്. ഇന്ത്യൻ ടോപ്പ് 3യിലെ 3 പേരും ഇടം കയ്യൻ ബാറ്റർമാരാണ് എന്നതാണ് ഇതിൽ ആദ്യത്തേത്. ബാറ്റിംഗ് ലൈനപ്പിലെ ഭൂരിഭാഗം പേരും ഇടം കയ്യന്മാർ തന്നെ. ഇത് എതിർ ടീമുകൾ ഫിംഗർ സ്പിന്നർമാരുടെ സഹായത്തോടെ ശരിക്കും മുതലാക്കുന്നുമുണ്ട്. സഞ്ജു ബെഞ്ചിലുള്ള കാര്യം മറന്നിട്ടില്ല എന്ന് അസിസ്റ്റന്റ് കോച്ച് ഓർമ്മിപ്പിച്ചതും ഇതെല്ലാം കണക്കുകൂട്ടിയാണ്. വലം കയ്യൻ ബാറ്ററായ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരുന്നത് ടീമിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ടീമിന്റെ പക്ഷം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിനെ അവഗണിക്കാതിരിക്കാനും ടീം പ്രത്യേകം ശ്രദ്ധിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. T20യിലെ 3 സെഞ്ചുറികളിൽ 2 എണ്ണവും സഞ്ജു കുറിച്ചത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തന്നെ. ഇതെല്ലാം മനസ്സിലാക്കി അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി വന്നേക്കുക സഞ്ജു തന്നെയായിരിക്കും. ഇത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് റൈറ്റ് ബാറ്റിംഗ് കോമ്പിനേഷനും നൽകും. ഇഷാൻ 3-ാം നമ്പറിലേക്കായിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക. ഇതോടെ സ്ഥാനം നഷ്ടമാകുന്നത് തിലക് വർമ്മയ്ക്കായിരിക്കും. സഞ്ജു അഭിഷേക് കമ്പാരിസൺ അന്തരീക്ഷത്തിൽ ഉള്ളത് ഗുണം ചെയ്തത് ശരിക്കും തിലകിനാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് പോരായ്മകൾ സഞ്ജുവിന്റെയും അഭിഷേകിന്റെയും തലയിൽ കെട്ടിവെക്കുമ്പോൾ നിറം മങ്ങിയിട്ടും സ്ഥാനമുറപ്പിക്കുന്ന തിലകിനെയാണ് നമ്മൾ കണ്ടത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവും അഭിഷേകും നിർണായകമാണെന്ന് കണ്ടുകൊണ്ട് തിലകിനെ പുറത്തിരുത്താനുള്ള വമ്പൻ പരീക്ഷണമാകും ഗംഭീർ നടത്താൻ പോകുന്നത്. 4-ാമനായി പതിവ് പോലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇറങ്ങുക. തിലകിന് പകരം സഞ്ജു വരുന്നതൊഴിച്ചാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ 11-ലെ 2-ാമത്തെ മാറ്റം വരാൻ പോകുന്നത് വാഷിംഗ്ടൺ സുന്ദറിന് പകരം വൈസ് ക്യാപ്റ്റനും മറ്റൊരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേലിനെ ഉൾപ്പെടുത്തും എന്നതാണ്. നെതർലാൻഡ്സിനെതിരെ അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു. നോക്കുമ്പോൾ 2 മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും വലിയ ഇമ്പാക്റ്റ് ആകും പ്ലേയിങ് 11-ൽ ഇതുമൂലം സംഭവിക്കുക. അഭിഷേകും സഞ്ജുവും അപകടകാരികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. കളത്തിൽ നിലയുറപ്പിച്ചാൽ ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ വെള്ളം കുടിപ്പിക്കാനുള്ള ശേഷിയുണ്ട് 2 പേർക്കും. ബാറ്റിങ്ങിൽ നല്ല തുടക്കം കിട്ടാനും മികച്ച ടോട്ടൽ കിട്ടാനുമായിരിക്കും ഇന്ത്യ ഇനി ശ്രദ്ധിക്കുക. ഇരുവരെയും ഒരുമിച്ചുറക്കി ഒരു ഡ്രീം ഓപ്പണിംഗ് കോംബോ ഒരുക്കാനായി ഇന്ത്യക്ക് സാധിച്ചാൽ ഒരു മാസ് ത്രില്ലർ പോരാട്ടം തന്നെ സൂപ്പർ 8-ൽ കാണാൻ സാധിക്കും. സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് തുടങ്ങാൻ ഉറച്ചാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ പടയൊരുക്കം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടം കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിന്റെ റീപ്ലേ കൂടിയാണ്. അന്ന് അവസാന പന്ത് വരെ നീണ്ട ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ ജയം രോഹിത് ശർമ്മ നയിച്ച ഇന്ത്യക്കൊപ്പമായിരുന്നു. എന്തായാലും ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം.